കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ വാഹനം ഓടിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടമുണ്ടാക്കിയ ബെൻസ് ജി വാഗൺ ഓടിച്ച സാബിത്തിനെയാണ് വെള്ളയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സാബിത്തിൻ്റെയും റെയ്സിൻ്റെയും ലൈസൻസ് അടുത്ത ദിവസം തന്നെ സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. അപകടമുണ്ടാക്കിയ തെലുങ്കാന രജിസ്ട്രേഷനിലുള്ള ബെൻസ് ജി വാഗൺ ഓടിച്ചത് മഞ്ചേരി സ്വദേശി സാബിത്താണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. എഫ്ഐആറിൽ ഡിഫൻഡർ കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കസ്റ്റഡിയിലെടുത്ത 2 വാഹനങ്ങളിലെയും ഡ്രൈവർമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്. രണ്ടുപേരുടെ മൊഴിയിലെ വൈരുദ്ധ്യവും പോലീസിനെ ആശയക്കുഴപ്പത്തിൽ ആക്കിയിരുന്നു. ദൃക്സാക്ഷികൾ ബെൻസ് കാറാണ് കാർ റേസിംഗ് ചിത്രീകരിക്കുകയായിരുന്ന ആൽവിനെ ഇടിച്ചതെന്ന് പറഞ്ഞിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലും ബെൻസ് കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചാണ് ബെൻസ് ജി വാഗൺ കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. ഡിഫൻഡർ വണ്ടി ഇടിച്ചാണ് അപകടം ഉണ്ടായെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും കൂട്ടത്തിലുണ്ടായിരുന്ന ബെൻസ് ജി വാഗൺ വണ്ടിക്ക് തെലുങ്കാന രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആ വണ്ടിക്ക് ടെക്നിക്കലി അതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് വാഹനം ഓടിച്ച 2 ആളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ പറഞ്ഞിരുന്നത്. അന്വേഷണത്തിൽ നമുക്ക് പ്രതികളെ കാര്യമായി ചോദ്യം ചെയ്തതിലും ഈ രണ്ട് പ്രതികൾ 2 വണ്ടിയുടെയും ഡ്രൈവർമാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ സാബിത്ത് എന്നുള്ള ഈ 999 ഓട്ടോമോട്ടീവിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ആൾ തന്നെയാണ് ബെൻസ് ജി വാഗൺ ഓടിച്ചിരുന്നതെന്നും ആ ബെൻസ് ജി വാഗൺ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്നും മനസ്സിലായിട്ടുണ്ട്. തെലങ്കാന രജിസ്ട്രേഷനുള്ള കാർ ഒരാഴ്ച മുമ്പാണ് ഹൈദരാബാദിൽ നിന്നും എത്തിച്ചത്. വാഹനത്തിന് ഇൻഷുറൻസ് രേഖകളുമില്ല. അപകടത്തിൽപ്പെട്ട ആൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടിയാണ് വാഹനം മാറ്റി പറഞ്ഞതെന്നും സാബിത്തും ഡിഫൻഡർ ഓടിച്ചിരുന്ന ഇടശ്ശേരി സ്വദേശി മുഹമ്മദ് റബീസും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. 1999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന്റെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു കാർ ചേസിംഗും ചിത്രീകരണവും. വാഹനോടമയുടെ ജീവനക്കാരനാണ് സാബിത്ത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അശ്രദ്ധയോടെ വാഹനമോടിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ജനം, കോഴിക്കോട്.